Okay, so today we're going to start a new unit that is elements of writing, and in this, the learning objectives are familiarizing the rhetorical modes in writing. മെയിനായിട്ട് ഇതിൽ നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസ് ആണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ യൂണിറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ കണ്ടത് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആണ്. In that we saw how to write an essay and how is an essay divided into different paragraphs and what are the paragraphs named after. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ കണ്ടത്. And also about thesis statement. We saw about these things. ഈ യൂണിറ്റിൽ യൂണിറ്റ് 4ൽ we are going to see certain techniques or strategies as if how to make your writing effective. എങ്ങനെയാണ് നിങ്ങൾ റൈറ്റിംഗ് അക്കാഡമിക് റൈറ്റിംഗ് എഫക്റ്റീവായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാം എന്നുള്ളതിൻ്റെ ചില സ്ട്രാറ്റജീസ് ആണ് കാണാൻ പോകുന്നത്. അതിനെയാണ് റെട്ടറിക്കൽ മോഡ്സ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുക. ഈ ഒരു പേജിൽ എന്താണ് റെട്ടറിക്കൽ മോഡ് ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് റെട്ടറിക്സ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. So, what is rhetoric? The term rhetoric and rhetorical refer to the ways you adopt to communicate effectively. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ റൈറ്റിംഗ് റീഡേഴ്സിലോട്ട് എഫക്റ്റീവായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ടെക്നിക്സ് ആണ് rhetorical methods of writing എന്ന് പറയുന്നത്. As we have seen politicians speaking to audience, അല്ലേ, പൊളിറ്റീഷ്യൻസ് ഇലക്ഷൻ്റെ സമയത്തൊക്കെ അവർ സംസാരിക്കുന്ന രീതി, ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള അവരുടെ ടാക്ടിക്സ്, അതിനെയാണ് റെട്ടറിക്കൽ മോഡ് ഓഫ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിലും. അങ്ങനെ ചില റെട്ടറിക്കൽ മോഡ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസ്കഷൻ, പെർസുവേഷൻ, ആർഗ്യുമെൻറ്റ്സ്, കമ്പാരിസൺ, കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് എഫക്റ്റ്, ഡിഫൈനിങ് ആൻഡ് ക്ലാസിഫൈങ്. നരേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ആർ പോപ്പുലർ മോഡ്സ് ഓഫ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഒരു 8-9 റെട്ടറിക്കൽ മോഡ്സ് കാണാൻ പോകുന്നുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മൾ ഇന്ന് കാണുന്നത് ഇറ്റ്സ് കോൾഡ് നരേഷൻ. ആൻഡ് വാട്ട് ഈസ് എ നരേഷൻ? നരേഷനെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് വായിച്ചിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സ്റ്റോറി, അല്ലേ? എപ്പോഴും നമ്മൾ കാണാറുള്ളത് നറേറ്റ് എ സ്റ്റോറി എന്നുള്ളതാണ്. Like it is saying something with that has got events in a sequential order. എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ സന്ദർഭങ്ങളനുസരിച്ച് നമ്മൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പറയുക, അതൊരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ടായിരിക്കണം ആ പറയുന്നതിന്. അത് ഫ്രം പാസ്റ്റ് ടു പ്രസൻറ്റ് ആയിക്കോട്ടെ, പ്രസൻറ്റ് ടു പാസ്റ്റ് ആയിക്കോട്ടെ, ഫ്രം പാസ്റ്റ് ടു ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഫ്രം ഫ്യൂച്ചർ ടു പാസ്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഓർഡർ. ദാറ്റ് ഈസ് കോൾഡ് നരേഷൻ. So basically, what is narration? A narrative is a rhetorical mode suitable for relating a sequence of events or thoughts. സംഭവങ്ങൾ മാത്രമല്ല, നമ്മൾ ചിന്തകളെയും അങ്ങനെ തന്നെ നമുക്ക് വിവരിക്കാം. ഒരു ഓർഡറിൽ നമ്മൾ കഥ പറയുന്നത് പോലെ എന്ത് പറയുന്നു അതിനെയാണ് നമ്മൾ നറേറ്റീവ് അല്ലെങ്കിൽ നരേഷൻ എന്ന് പറയുന്നത്. ഇതിനിവിടെ നല്ലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഇറ്റ് ഈസ് അബൌട്ട് മൗഗ്ലി ഇൻ ജംഗിൾ ബുക്ക്. ജംഗിൾ ബുക്ക് എന്നുള്ള ബുക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ മൂവി എങ്കിലും എല്ലാവരും കണ്ടിട്ടുണ്ടാകും, അല്ലേ? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹ്യൂമൻ ക്യാരക്ടർ ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി വിത്ത് ദ ആനിമൽസ്. ഒരു കാട്ടിൽ വളർന്ന കുട്ടി യുടെ ചേഷ്ടകളും ആ കുട്ടിയുടെ മാനറിസംസും ഒക്കെ കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ് ജംഗിൾ ബുക്ക് എന്ന് പറയുന്നത്. മൗഗ്ലിയാണ് അതിലെ ക്യാരക്ടർ. ആക്ച്വലി ഇറ്റ് ഈസ് എ ബുക്ക് റിട്ടൺ ബൈ റുഡിയാർഡ് കിപ്ലിംഗ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫിലിമൊക്കെ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിനൊക്കെ മുൻപ് ഇന്ത്യൻ ഫോറസ്റ്റിൽ നിന്നും ദീന എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബോയിനെ ഇന്ത്യൻ ഫോറസ്റ്റിൽ നിന്നും കണ്ടെത്തുകയും ആ കുട്ടിയെ പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുവരികയും പിന്നെ ഹ്യൂമൻ മാനറിസംസ് ഒക്കെ പഠിപ്പിച്ച് ഹ്യൂമൻ ബിഹേവിയറൊക്കെ ടൈം ചെയ്തെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ബേസ് ചെയ്തിട്ടാണ് റുഡിയാർഡ് കിപ്ലിംഗ് എന്തെഴുതുന്നത്, ജംഗിൾ ബുക്ക് എന്നുള്ള ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഭാഗത്ത് ഫാക്റ്റ് ഉണ്ട്, മറുഭാഗത്ത് സ്റ്റോറി ഉണ്ട്, അല്ലേ? ഇവിടെ റിയാലിറ്റി അല്ലെങ്കിൽ ഫാക്റ്റ് എന്ന് പറയുന്നത് ദീന എന്നുള്ള ബോയാണ്. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് മൗഗ്ലി എന്നുള്ള ക്യാരക്ടർ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നരേഷനെ നമുക്ക് അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് ഫിക്ഷൻ ആൻഡ് ദ അതർ വൺ ഈസ് നോൺ ഫിക്ഷൻ. സോ നോൺ ഫിക്ഷൻ ഈസ് റിയലി ക്ലോസ് ടു റിയാലിറ്റി ഓർ ഫാക്ട്. സത്യം, വാസ്തവത്തിനോട് അടുത്ത് നിൽക്കുന്നതാണ് നോൺ ഫിക്ഷൻ. ആൻഡ് ആസ് വി നോ ദാറ്റ് ഫിക്ഷൻ ഈസ് സ്റ്റോറി, അല്ലേ? നമ്മൾ ലൈബ്രറീസിലൊക്കെ പോകുമ്പോൾ കബേർഡ്സിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് കാണാം ഫിക്ഷൻ. അവിടെയാണ് നമ്മൾ സ്റ്റോറി ബുക്സ് ഒക്കെ ഫെച്ച് ചെയ്യുക, നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. സോ നരേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വാട്ട് ഈസ് നരേഷൻ? നരേഷൻ ഈസ് സേയിങ് സംതിങ് ലൈക്ക് എ സ്റ്റോറി ആൻഡ് ദാറ്റ് ഹാസ് ഗോട്ടൻ എ സീക്വൻഷ്യൽ ഓർഡർ.
Okay, and there are two types of narration. Which are they? Fiction and non-fiction. Fiction is made up stories and non-fiction is reality or facts. So don't forget the example of Mowgli and that Indian boy called Dina. അത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് താര മെക്കാർത്തി എന്ന് പറയുന്ന ആളുടെ ഒരു ഡെഫിനിഷനാണ്. ആക്ച്വലി ആ ഡെഫിനിഷനിൽ മുഴുവൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 സെൻറ്റൻസസ് ഞാൻ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി. A narrative tells a story. Telling stories aloud is probably the oldest form of human discourse. The audience expects and needs more from a written narrative. ഈ 3 സെൻറ്റൻസസ് പഠിച്ചു വെക്കുക, എക്സാമിന് എഴുതുക. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു ഗെയിൻ യു മോർ മാർക്സ്. ഓക്കെ, താര മെക്കാർത്തിയുടെ ഡെഫിനിഷൻ. ഈ ഒരു പേജിൽ നമുക്കൊരു ഈ ടേബിൾ കാണാൻ സാധിക്കുന്നില്ലേ? ഈ ടേബിൾ ആക്ച്വലി ഇറ്റ് ഡിനോട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. ഫിക്ഷനിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? ഷോർട്ട് സ്റ്റോറി, നോവല്ല ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. നോവല്ല ഈസ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് നോവൽസ് കേട്ടോ. നോവല്ല എന്ന് പറഞ്ഞാൽ അതാണ്. നോവൽ, ഫോക്ക് ലോർ, ഒറേച്ചർ. ഈ ഫോക്ക് ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടോടി കഥകൾ. And orature means stories transmitted orally, particularly during pre-literate times. നമ്മളുടെയൊക്കെ നാട്ടിൽ പറയുകയാണെങ്കിൽ പാൺപാട്ട്, വഞ്ചിപ്പാട്ട് എന്നൊക്കെ പറയില്ലേ? പണ്ട് കഥകളിലൂടെ, പാട്ടുകളിലൂടെ നമ്മൾ മെസ്സേജസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പണ്ട്. എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി ഒക്കെ തുടങ്ങുന്നതിന് മുൻപേ. അതാണ് ഒറേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് നോൺ ഫിക്ഷനിൽ എന്തൊക്കെ വരും? ഓട്ടോബയോഗ്രഫി, ദാറ്റ് ഈസ് ആത്മകഥ, ബയോഗ്രഫി, ജീവചരിത്രം, ന്യൂസ് റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ എസ്സേ, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്, റീകൗണ്ട് ഓഫ് ഇൻസിഡൻസ് ആൻഡ് ടെസ്റ്റിമോണീസ് ഓർ കൺഫെഷൻസ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ടേബിളിൽ നിന്നും ഒരു 3-4 എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് കംസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ നറേഷൻ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.